ഓക്കെ, മോഡൽ എക്സാമിൻ്റെ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഫോർ ദ ഡേറ്റ. കുറച്ച് നമ്പേഴ്സ് കോമേറ്റ് തന്നിട്ടുണ്ട്, അതായത് റോ ഡേറ്റയാണ് തന്നിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഇക്വേഷൻ എന്താ? മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ്റെ ഇക്വേഷൻ സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് മീഡിയൻ ബൈ എത്ര നമ്പർ ഉണ്ടോ എണ്ണം n. അപ്പോൾ ആദ്യം മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡർ ഏതാണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ 3, 5, 6, 7, 8, 10, 11. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി. ഇനി ഇതിൽ മിഡിൽ വരുന്ന നമ്പർ എന്ന് പറയുമ്പോൾ മിഡിൽ വരുന്ന നമ്പർ ആരാണ്? 7 ആണ്. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ എമ്മിൻ്റെ വാല്യൂ 7. ഓക്കെ, അപ്പോൾ ഇനി എക്സ് ഐ എഴുതണം. തന്നിരിക്കുന്ന നമ്പേഴ്സ് ആ ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 3, 5, 6, 7, 8, 10, 11. ഇനി ഓരോ നമ്പറിൽ നിന്നും മീഡിയൻ മൈനസ് ചെയ്യണം. അതായത് ഓരോ നമ്പറിൽ നിന്നും എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 7 മൈനസ് ചെയ്ത് എഴുതണം. അതിൻ്റെ മോഡുലസ് വാല്യൂ, അതായത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ 7 3 പോയി കഴിഞ്ഞാൽ 4, 7 5 പോയി കഴിഞ്ഞാൽ 2, 7 - 6 1, 7 - 7 0, 7 - 8 -1 ആണ് പോസിറ്റീവായിട്ട് എഴുതുക. 1, 10 - 7 3 വരും, 11 - 7 4 വരും. അപ്പോൾ ഇനിയിപ്പോൾ കിട്ടിയതാണെന്ത്? ഡീവിയേഷൻസ്. ഇനി ആ ഡീവിയേഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. അതായത് ഈ നമ്പേഴ്സ് 4, 2, 1, 1, 3, 4 എന്നുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ്റെ ഇക്വേഷൻ സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എം ഡിവൈഡഡ് ബൈ എൻ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ ഡീവിയേഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. എത്ര നമ്പേഴ്സാണ് ടോട്ടൽ? 1 2 3 4 5 6 7 നമ്പേഴ്സ് ടോട്ടലുണ്ട്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 2.14 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡേറ്റ. അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നെക്സ്റ്റ് പേജിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയും. അപ്പോൾ നമ്മൾ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മീനിൻ്റെ ഇക്വേഷൻ എന്താണ്? മീനിൻ്റെ ഇക്വേഷൻ സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഈ മീനിനെയാണ് നമ്മൾ എക്സ് ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി വേരിയൻസിൻ്റെ ഇക്വേഷനോ? വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ ബൈ സിഗ്മ എഫ് ഐ മൈനസ് മീനിൻ്റെ സ്ക്വയർ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ ആദ്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിൾ വരയ്ക്കാൻ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. അപ്പോൾ എക്സ് ഐ വേണം, എഫ് ഐ വേണം. തന്നിരിക്കുന്നത് ക്ലാസ്സും ഫ്രീക്വൻസി ആയതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് എക്സ് ഐ നമ്മളായിട്ട് കണ്ടുപിടിച്ച് എഴുതണം. എക്സ് ഐ പിന്നെ എഫ് ഐ. ഈ എക്സ് ഐ എന്താണ്? 0 to 10 ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ. അപ്പോൾ മിഡ് വാല്യൂ ശരിക്കും ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 0 + 10 വരും, ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 5. 10 + 20 30 വരും. 30യുടെ പകുതി എന്ന് പറയുമ്പോൾ 15. ഓക്കെ, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോജിക്ക് 10നും 20ക്കും ഇടയ്ക്കുള്ള നമ്പർ 15, അടുത്തത് 20ക്കും 30ക്കും ഇടയ്ക്കുള്ള നമ്പർ 25, അടുത്തത് 35, അടുത്തത് 45. ലോജിക്കിൽ എഴുതുക. ഇല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് ഇൻ്റർവെൽ 10 അല്ലേ ക്ലാസ്സിൻ്റെ സൈസ്, ആ 10 ആഡ് ചെയ്താൽ മതി. ആ 10 വെച്ച് ആഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് എന്താണ്? മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഐ എഫ് ഐ വേണം. അപ്പോൾ അടുത്ത കോളം എക്സ് ഐ എഫ് ഐ. അപ്പോൾ ഫ്രീക്വൻസി എഴുതിയില്ല. ഫ്രീക്വൻസി 1, 7, 12, 11, 5. ഇപ്പോൾ എക്സ് ഐ എഫ് ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഐയും എഫ് ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5, 10, 25 × 12 ചെയ്യുമ്പോൾ 300, 385, 225. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. കാര്യം സിഗ്മ എക്സ് ഐ എഫ് ഐ അല്ലേ, ആഡ് ചെയ്യുമ്പോൾ 1020 ആണ്. ഇനി ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഡിനോമിനേറ്റർ സിഗ്മ എഫ് ഐ ആണ് 36. അപ്പോൾ ഇനി മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ എഫ് ഐ 1020/36 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 28.33 എന്ന് വരും.
ഇനി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ ബൈ സിഗ്മ എഫ് ഐ. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? എക്സ് ഐ സ്ക്വയർ വേണം. ആ എക്സ് ഐ സ്ക്വയറിനെ എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് കോളം നമ്മൾ എഴുതേണ്ടത് എന്താണ്? എക്സ് ഐ സ്ക്വയർ. എക്സ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ എഴുതിയ നമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്വയർ. 5 സ്ക്വയർ 25, 15 സ്ക്വയർ 225, 25 സ്ക്വയർ 625, 32 സ്ക്വയർ 1225, 45 സ്ക്വയർ 2025. ഇതിൻ്റെ സമ്മ് വേണോ? ഇതിൻ്റെ സമ്മ് നമുക്ക് ആവശ്യമില്ല. എന്താണ് ഇനി ചെയ്യേണ്ടത്? എക്സ് ഐ സ്ക്വയർ എഫ് ഐ. എക്സ് ഐ സ്ക്വയർ എഫ് ഐ എന്താ? ഈ എഴുതിയ സ്ക്വയറിനെ എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എഴുതിയ എക്സ് ഐയുടെ സ്ക്വയറിനെ എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 25 ഇൻറ്റു 1, 225 ഇൻറ്റു 7, 625 ഇൻറ്റു 12, 1225 ഇൻറ്റു 11. ഞാനിത് മൾട്ടിപ്ലൈ ചെയ്ത് നേരത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10, 12, 5. ഓക്കെ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 32,700. അപ്പോൾ ഇനി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ. അപ്പോൾ എക്സ് ഐ സ്ക്വയർ എഫ് ഐ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തു. 32,700 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ഫ്രീക്വൻസി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 മൈനസ് മീനിൻ്റെ സ്ക്വയർ 28.33യുടെ സ്ക്വയർ. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 908.33 മൈനസ് ഇതിൻ്റെ സ്ക്വയർ 802.59 ഈക്വൽ ടു 105.74 എന്ന് കിട്ടും. അപ്പോൾ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് 105.74. റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 10.28 എന്ന് ഫൈനൽ ആൻസർ. ഓക്കെ.